ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവരുത്. അവളിനി ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി സാർ. ഇത്രയും നാളും എന്റെ മൂക്കിന് കീഴെ ഒളിച്ചിരുന്ന അവനും അവളും കൂടി എന്നെ കബളിപ്പിച്ചു. സത്യം പറഞ്ഞ അപ്പ തന്നെ രണ്ടിനെയും വെട്ടി എറിഞ്ഞ് തുണ്ടം തുണ്ടമാക്കി നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഈ മേഘനാഥന്റെ ഒരു രീതി അങ്ങനെ അല്ലാതായിപ്പോയി. ഇത്തവണ എന്റെ കൺമുന്നിൽ അവരെ നേരിട്ട് കിട്ടണം. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. മനസ്സിലായോ? അത് ഞങ്ങൾ ഏറ്റു സാർ, വാക്കാണ്. പിന്നെ അത് ഞങ്ങൾ ഏറ്റ് സാറേ. നടന്നത് തന്നെ. നീയൊക്കെ ഇതെന്തറിഞ്ഞിട്ടാ എല്ലാം ഏറ്റെന്നും പറഞ്ഞ് കച്ചയും കെട്ടി പോണത്? പുലിമടയിലെ ചെന്ന് കയറി കൊടുക്കാൻ പോണത് അറിയാമോ നിനക്കൊക്കെ? താനെന്താടോ അവരെ ഭയപ്പെടുത്തുകയാണ്? ഭയപ്പെടേണ്ട കാര്യങ്ങൾ ഭയപ്പെടുത്തുക തന്നെ വേണം സാർ. യവന്മാരെക്കാളും വണ്ണത്തിൽ എണ്ണത്തിൽ ഗുണത്തിലുള്ള എത്ര പേരെ നമ്മൾ അയച്ചു കഴിഞ്ഞതാ? എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നു ഇതുവരെ? മറ്റുള്ളവരെ പോലെ അല്ല ഞങ്ങൾ. കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. സെയിം ഡയലോഗ്. ഒന്ന് ബാ അടച്ചിരിക്കും, ഞാൻ സാറിനോട് സംസാരിക്കട്ടെ. എന്താടോ, എന്താ പ്രശ്നം? പ്രശ്നമുണ്ട് സാറേ, പ്രശ്നമുണ്ട്. ആ പ്രസാദ് എന്ന് പറയുന്നവൻ അത്ര മോശമല്ലെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മുമ്പ് നമുക്ക് ആളറിയില്ലായിരുന്നേ ഉള്ളൂ. അപ്പോഴൊക്കെ നമ്മൾ അയച്ച സകലവുമാരെ അപ്പോൾ ഒറ്റയ്ക്ക് ഇന്നല്ലേ അടിച്ചിഞ്ചപ്പരുവാക്കി തിരിച്ചു വിട്ടത്. മറന്നുപോയോ സാറത്? ഞാനൊന്നും മറന്നിട്ടില്ലടോ. മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അത്. കൊള്ളാം. എന്നിട്ടാണ് സാറ് ഇപ്പോഴും യവന്മാരെ വീടുകാരെ ആക്രമിക്കാൻ വരുന്നത്? പ്രസാദ് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നാൽ തന്നെ യവന്മാരൊരു പുണ്ണാകം ചെയ്യൂല. അപ്പോഴാ അവനെ കൂടാതെ വേറെ ആണുങ്ങളുള്ള വീട്ടിലേക്ക് ഇവരെ കയറ്റി വിടുന്നത്. ഇവൻ്റെയൊക്കെ എല്ലും പല്ലും നഖവും മുടിയൊക്കെ പറക്കാനേ നമ്മൾ തന്നെ പോവേണ്ടി വരുമെന്നാണ് എൻ്റെ സംശയം. നോ 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 നോ, ഇത്തവണ താൻ ഭയക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ലടോ മനുഷ്യ. ഇത്തവണ ചില കണക്കുകൾ കൂട്ടിയും കിഴിച്ചുമാണ് ഈ മേഘനാഥൻ ഇറങ്ങിയിരിക്കുന്നത്. ഇവന്മാർക്ക് ധൈര്യമായിട്ട് അവിടെ കയറി ചെല്ലാൻ പറ്റും. പുഷ്പം പോലെ 3 പെണ്ണുങ്ങളെയും നുള്ളി എടുത്തുകൊണ്ട് വരാൻ പറ്റും. അതുറപ്പാ. പിന്നെ നടന്നത് തന്നെ. അപ്പം ആ വീട്ടിലെ ആണുങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണെന്നാണ് സാറിൻ്റെ കണക്കൂട്ടൽ. അത് സർപ്രൈസ്. എന്തായാലും ഇവന്മാരാ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒറ്റ ആണുങ്ങളും ഉണ്ടാവില്ല. അത് ഈ മേഘനാഥന്റെ വാക്കാ. അതെങ്ങനെ? ഒന്ന് പറ സാറേ, കേൾക്കട്ടെ ഞങ്ങള്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ മനുഷ്യ? വേണോ? വേണ്ട. കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിഞ്ഞാൽ മതി. അതാ അതിൻ്റെ ഒരു രസം. മനസ്സിലായോടോ മണിവർണ്ണൻ പിള്ള? എന്തായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത്?